ഹലോ, പത്തരമാറ്റിന്റെ ഇന്നത്തെ റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ പ്രസവിക്കുന്നുണ്ട്. നവ്യയ്ക്ക് ഒരു ആൺകുഞ്ഞാണ് പിറക്കുന്നത്. അഭിയാണെങ്കിൽ കുഞ്ഞിനെ വാരി പുണരുന്നുണ്ട്. ഇന്നത്തെ സൂപ്പർ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അഭിയാണെങ്കിൽ എല്ലാം കൊണ്ടും നവ്യയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാണ്. ഇത്രയും നാളും അഭി എങ്ങനെയായിരുന്നോ അതില് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോ നവ്യയോട് സ്നേഹം കാണിക്കുന്നത്. ഇതൊന്നും ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. തന്റെ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ കൂടെ പോയല്ലോ എന്ന വിഷമത്തിലാണ് അനാമിക. അഭി അങ്ങനെ നയനയ്ക്കൊരു മസാല ദോശ വേണമെന്ന് പറഞ്ഞപ്പോ അത് വാങ്ങിച്ചു കൊണ്ടുവരുവാണ്. നയന അത് കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അഭിയെ കാണുന്നതും ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, അഭി നീ ഞാൻ പറയുന്നത് വാങ്ങിച്ചോ? പിന്നെ ഞാൻ വാങ്ങിക്കാതിരിക്കോ? നീ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ഇന്നേ വരെ നടത്തി തന്നിട്ടില്ല. എന്നാ ഈ അഭി ഇനി അങ്ങനെ ആയിരിക്കില്ല. നീ പറഞ്ഞതേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണമല്ല, 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അഭിയുടെ സ്നേഹം കണ്ട് നവ്യയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. വാ, ഞാൻ തന്നെ നിനക്ക് എടുത്തു തരാം എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് ചെല്ലുന്നു. ടേബിളിലിരുത്തി നവ്യയ്ക്ക് മസാല ദോശ എടുത്തു കൊടുക്കുക. ഇത് കണ്ടുകൊണ്ട് ജലജയും അനാമികയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഞാൻ ഈ കാണുന്നേ? എൻ്റെ അഭി തന്നെയാണോ ഇവൾക്കിതൊക്കെ വാങ്ങിക്കൊടുക്കുന്നേ? എടാ, നിനക്ക് നാണമുണ്ടോ? നിന്റെ കുഞ്ഞാണെന്ന് പോലും ഒരു ഉറപ്പുമില്ല. എന്നിട്ടും അവളെ സ്നേഹിക്കുന്നു. ദേ അമ്മേ, അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവളോടും കുഞ്ഞിനോടും ദേഷ്യമുള്ള സമയത്ത് ഞാൻ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നു തന്നെയാ ഈ കുഞ്ഞ് എൻ്റെ അല്ല എന്ന്. എന്നാ എനിക്കറിയാം എൻ്റെ കുഞ്ഞു തന്നെയാ നവ്യയുടെ വയറ്റിൽ കിടക്കുന്നത്. അതിലിനി ആർക്കും ഒരു സംശയം വേണ്ട. എന്നാലും അഭിയേട്ടൻ്റെ മാറ്റം അതൊരു വല്ലാത്ത മാറ്റം തന്നെയാ. ഈ വീട്ടില് വല്യമ്മയായിരുന്നു ഇതുപോലെ മാറിയത്. ഇപ്പൊ ഏതാ കൈവശം കൊടുത്ത് അഭിയേട്ടനെയും മാറ്റി എന്ന് അനാമിക പറയുന്നുണ്ട്. കൈവശം കൊടുക്കുന്നതും വിഷം കൊടുക്കുന്നതൊക്കെ നിന്റെ പരിപാടിയാ, അല്ലാതെ എൻ്റെ അല്ല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അഭി ഒരിക്കല് എന്നെ സ്നേഹിക്കുമെന്ന്. എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇപ്പൊ നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രത്യേകിച്ച് അനാമിക, നീയും നിന്റെ ഭർത്താവിനെ ഇതുപോലെ മാറ്റിയെടുക്കാൻ നോക്ക്. അല്ലാതെ എന്നോട് വന്ന് ചിലക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ അവരവിടെ നിന്ന് നാണം കെട്ട് പോകുന്നുണ്ട്. നവ്യ നീ കഴിക്ക് എന്നും പറഞ്ഞ് നവ്യയെ കഴിപ്പിക്കുന്നുണ്ട്. എന്നാ ഇതൊന്നും അനാമികയ്ക്ക് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല. ഇപ്പോ അഭിയും നവ്യയ്ക്ക് നല്ല സ്നേഹവും പരിഗണനയും കൊടുക്കുന്നുണ്ടെന്നോർത്ത് അനാമികയ്ക്ക് ദേഷ്യം കൊണ്ട് ഇരിക്കപ്പുറതി ഉണ്ടായിരിക്കില്ല. അനാമികയ്ക്ക് എങ്ങനെയെങ്കിലും അവരുടെ സന്തോഷം ഇല്ലാതാക്കണം. അതിനായിട്ട് കുഞ്ഞിനെ കൊല്ലണം എന്നായിരിക്കും തീരുമാനിക്കുന്നത്. കൂട്ടത്തിൽ ഇനി അവൾ അങ്ങ് തട്ടിപ്പോയാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് അനാമിക ചിന്തിക്കുവാണ്. ഈ വിവരം അച്ഛനെയും അമ്മയെയും അറിയിക്കുന്നുണ്ട്. നല്ലൊരു പ്ലാന് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു സംശയമില്ലാത്ത രീതിയിൽ അവളെ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് തള്ളിയിടണമെന്ന്. 1-2 തവണ ഇതേ പരിപാടിയൊക്കെ ആവർത്തിച്ചതാ. പക്ഷേ ഒന്നും നടപടിയായിരുന്നില്ല. എന്നാ ഇത്തവണ അത് നടത്തിയെടുക്കണമെന്ന് അനാമിക തീരുമാനിക്കുവാണ്. അതിനായിട്ട് ഇത്തവണ എണ്ണയൊന്നുമല്ല, വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം സ്റ്റെയർ കേസിലൊക്കെ ഒഴിച്ചിടുന്നുണ്ട്. അങ്ങനെ നവ്യ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തെന്നി വീഴണം എന്നായിരിക്കും അനാമികയുടെ പ്ലാൻ. എന്നാ ആ പ്ലാനും വർക്കൗട്ട് ആവുന്നില്ല, ചീറ്റി പോവാണ്. വരുന്ന വഴിക്കില് അഭി ആ വെള്ളം കാണുന്നുണ്ട്. അങ്ങനെ ആ വെള്ളം അത് തുടച്ചു കളയാണ്. അതോടുകൂടി ആ പ്ലാൻ ഇല്ലാതെയാവുന്നു. പിന്നീടായിട്ട് ഏത് വിധേനയും അവളെ ഒന്ന് വീഴ്ത്തണം. ഇതിപ്പോ ഏത് നിമിഷവും പ്രസവം ഉണ്ടാവും എന്ന് കരുതിയിട്ടാ നിൽക്കുന്നത്. ഒരു ചെറിയ വീഴ്ച, അതോടുകൂടി അവളുടെ കാര്യത്തിലും അവളുടെ കുഞ്ഞിന്റെ കാര്യത്തിലും തീരുമാനമാവുമെന്ന് അനാമിക കരുതുവാണ്. അതിനായിട്ട് പുതിയ പ്ലാൻ നെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ അടുത്തോട്ട് നയന വരുന്നുണ്ട് ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട്. ചേച്ചി ഇത് കുടിക്ക്. വേണ്ട മോളെ, ഞാനിപ്പോ മസാല ദോശ കഴിച്ചിട്ടേ ഉള്ളൂ. അഭി എനിക്ക് മസാല ദോശ കൊണ്ടുവന്നു. എന്നാലും ചേച്ചി ഈ ജ്യൂസ് കുടിക്ക്. ജ്യൂസ് അല്ലേ, അത് കുടിക്ക് ചേച്ചി എന്നും പറഞ്ഞ് നയന നിർബന്ധിക്കുന്നുണ്ട്. ചേച്ചി, അഭിയുടെ മാറ്റം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത മാറ്റം അല്ലേ? അതെ നയനെ, ഞാൻ ആഗ്രഹിച്ചതാ അഭിയുടെ സ്നേഹം. അതെനിക്ക് ദൈവം കൊണ്ട് തന്നു. ഇനി അവൻ എന്നും ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. അവനിപ്പോൾ കുഞ്ഞിനെ വേഗം കാണണമെന്നൊക്കെയാ ആഗ്രഹം. ഇത്രയും നാളും ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് കരുതി നടന്ന ആളാ. എന്നാ പ്രസവിക്കുക എന്ന് പറഞ്ഞിട്ടാ എൻ്റെ പുറകെ നടക്കുന്നത്. അത് ചേച്ചി, ഞാൻ ഈശ്വരനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ചേച്ചിയുടെ ജീവിതം ഒന്ന് നല്ല കണക്കിന് മുന്നോട്ട് പോകണമെന്ന്. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇനി എന്തായാലും ചേച്ചി സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ നയന പറയുന്നുണ്ട്. അങ്ങനെ ദേവിയാനിയും അങ്ങോട്ട് വരുന്നുണ്ട്. ദേവിയാനിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അബിയുടെ സ്വഭാവത്തില് മാറ്റം വന്നത്.
അങ്ങോട്ടേക്ക് അനാമികയും ജലജയും വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചേർന്ന് ഇവളെ അങ്ങ് തലയിൽ കയറ്റി വെക്കുകയാണെന്ന് തോന്നുന്നു. ഇവള് ഇന്ന് പ്രസവിക്കും നാളെ പ്രസവിക്കും എന്ന് കരുതി എല്ലാവരും കാവല് നിൽക്കുവാണോ? അതെ, അവള് പ്രസവിക്കാൻ ഇനി കുറച്ച് നാളേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞാല് അഡ്മിറ്റ് ആവണമെന്നാ. പിന്നെ 3-4 ദിവസത്തിന്റെ ഉള്ളില് ഡെലിവറി കഴിയും. നീ എന്തിനാ ജലജെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ മകന്റെ കുഞ്ഞാ അവളുടെ വയറ്റിൽ കിടക്കുന്നത്. നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അതിന് എന്റെ മകന്റെ കുഞ്ഞാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അഭി ആ സംശയം മാറ്റി തന്നതല്ലേ? അഭി തന്നെ പറഞ്ഞു എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഇത് അവന്റെ കുഞ്ഞാണെന്ന്. പിന്നെ നിങ്ങൾക്കെന്താ ഇത്ര വലിയ സംശയം എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. നിനക്കേ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. എനിക്കൊരു അഹങ്കാരവും ഇല്ല. മതി മതി, ഇനിയിപ്പോ ഇതിന്റെ പേരില് ഇവിടെ ഒരു വഴക്കൊന്നും വേണ്ട എന്ന് ദേവയാനി പറയുന്നുണ്ട്. മതി നയനെ, എനിക്ക് ജ്യൂസ് മതി. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ, വല്ലാത്തൊരു ക്ഷീണം. നവ്യ അങ്ങനെ എഴുന്നേറ്റ് നടന്നു പോകുന്ന വഴിക്കില് നമ്മുടെ അനാമിക ജസ്റ്റ് ഒന്ന് കാല് വെച്ചങ്ങ് വീഴ്ത്തുവാണ്. വയറിടിച്ച് നവ്യ അവിടെ നിലത്ത് വീഴുക. ഇത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് അനാമിക നിൽക്കുന്നത്. എന്നാ ദേവയാനിയും നയനയും ചേർന്ന് നവ്യയെ എടുത്തു പൊക്കുന്നുണ്ട്. എന്താ പറ്റി ചേച്ചി? എന്നാ നവ്യ പൊട്ടിക്കരയുന്നുണ്ട്. എനിക്ക് നല്ല വയറുവേദനയുണ്ട്, എനിക്ക് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞ് കരയുക. അപ്പോഴേക്കും അഭിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അഭിയും ദേവയാനിയും നയനയും ചേർന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. അവിടെ എത്തിക്കുന്ന സമയത്ത് ഡോക്ടർ എന്താ നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തെടുക്കണം, അല്ലാതെ ഇനിയിപ്പോൾ കാത്തിരുന്നിട്ട് കാര്യമില്ല. ബ്ലീഡിങ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏതായാലും ഡെലിവറിക്ക് ഇനി 2-3 ദിവസമല്ലേ ഉള്ളൂ. നമുക്ക് ഇപ്പം തന്നെ സിസേറിയൻ ചെയ്തെടുക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ ഉള്ളിലോട്ട് കൊണ്ടുപോവാ. അങ്ങനെ അഭിയും എല്ലാവരും പുറത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് കനകയും നന്ദുവും ഗോവിന്ദനും വരുന്നുണ്ട്. മോൾക്കെന്താ പറ്റിയേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കാന്നാ പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, അമ്മ ടെൻഷൻ അടിക്കല്ലേ എന്നൊക്കെ നയന പറയുന്നുണ്ട്. പിന്നീടായിട്ട് ഡോക്ടർ വന്ന് ആ സന്തോഷ വാർത്ത പറയുന്നുണ്ട്. നവ്യ പ്രസവിച്ചു ഒരാൺകുട്ടിയാണെന്ന്. ഇത് കേട്ട് അഭിക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. തനിക്കൊരു കുഞ്ഞു പിറന്നതോർത്ത്. നവ്യക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? ഇല്ല, നവ്യയും ഓക്കെയാണ്. എന്തോ ഭാഗ്യത്തിന് അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. കുഞ്ഞിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം കൊടുക്കുന്നത് അഭിയുടെ കയ്യിൽ തന്നെയായിരിക്കും. അഭി അങ്ങനെ ആ കുഞ്ഞിനെ നോക്കി പറയുന്നുണ്ട്. മോനെ, നിന്നെയാണല്ലോ ഞാൻ കൊല്ലാനായിട്ടൊക്കെ നോക്കിയത്. അച്ഛനോട് ക്ഷമിക്കും മോനെ എന്നും പറഞ്ഞ് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുവാണ് അഭി. ഇത് കണ്ട് നയനയ്ക്കും കനകയ്ക്കും നന്ദുവിനും ദേവയാനിക്കൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട്. കണ്ടോ വല്യമ്മേ, എൻ്റെ കുഞ്ഞിനെ കണ്ടോ? എന്തു ഭംഗിയാ, നവ്യെ പോലെ തന്നെയാ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാ. അങ്ങനെ വിവരമെല്ലാം വീട്ടിലോട്ട് വിളിച്ചു പറയുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. ഇത് കേൾക്കുന്നതും അനാമികയുടെ ബോധം പോകുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾക്കും അവളുടെ കുഞ്ഞിനും ഒടുക്കത്തായസാ എന്നൊക്കെയായിരിക്കും അച്ഛനെ വിളിച്ച് പറയുന്നത്. അച്ഛാ, ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവാ എന്ന് അനാമിക അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മോളെ, അതൊക്കെ റിസ്ക് ഉള്ള കാര്യാ. എന്ത് ചെയ്താണെങ്കിലും ആ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടണം. അതിനെ വല്ല അനാഥാലയത്തിലോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. അവളെന്നിട്ട് കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞില്ലാതാവണം. അതാ എൻ്റെ ആഗ്രഹം എന്നൊക്കെ അച്ഛനോട് പറയുന്നു. മകൾ എന്ത് പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ കുറച്ച് ഗുണ്ടകളെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടെന്നും പറഞ്ഞ് വേണു ഏൽപ്പിച്ച ഒരു സ്ത്രീ വന്ന നേഴ്സിന്റെ വേഷത്തില് കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നുണ്ട്. കമല പറയുന്നുണ്ട് ഞാൻ കൂടെ വരാമെന്ന്. എന്നാ നേഴ്സ് വേണ്ട, ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പുറത്ത് കിടത്തുന്നുണ്ട് ഗുണ്ടകളെല്ലാവരും ചേർന്നിട്ട്. ഹോസ്പിറ്റലിലെ CCTV എല്ലാം ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ വേണുവിനും അനാമികയ്ക്കും കുഞ്ഞിനെ കൊടുക്കുവാണ്. ഈ സമയത്ത് വേണു ചോദിക്കുന്നുണ്ട് അനാമികയുടെ അടുത്ത്, മോളെ, ഈ കുഞ്ഞിനെ കൊല്ലണോ അതോ വളർത്തണോ? ദുഷ്ടായിട്ടുള്ള അനാമിക പറയുന്നുണ്ട്, എന്തായാലും കൊല്ലണ്ട. ഏതെങ്കിലും അനാഥാലയത്തില് അച്ഛനും അമ്മയും ഇല്ലാതെ നരകിച്ചങ്ങ് വളരട്ടെ എന്നും പറഞ്ഞ് അനാമിക അച്ഛനോട് എവിടെയെങ്കിലും കൊണ്ടിടാൻ വേണ്ടി പറയുവാണ്. എന്നാ ഇത് നമ്മൾ ചെയ്താൽ ശരിയാവില്ല, അവരെ തന്നെ ഏൽപ്പിക്കാം. അവര് എവിടെയെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടിട്ടോളും. ഈ സ്ഥലത്തൊന്നും വേണ്ട, കുറച്ച് ദൂരെ ആരുടെയും കണ്ണെത്താത്തടുത്ത് ഈ കുഞ്ഞിനെ കൊണ്ടിടാൻ വേണ്ടി പറയുവാണ്. അങ്ങനെ ഗുണ്ടകളെ ഏൽപ്പിക്കുന്നുണ്ട്. അവരങ്ങനെ കുഞ്ഞുമായിട്ട് പോകുന്നത് കർണാടകയിലോട്ടായിരിക്കും. എന്നാ നന്ദുവിന്റെ ഫ്രണ്ട്സ് അനാമികയെയും വേണുവിനെയും ഒരു കുഞ്ഞിനെ കൈപ്പിടിച്ചിങ്ങനെ കാണുന്നുണ്ടായിരിക്കും. ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് കുറച്ച് ഗുണ്ടകൾ എടുത്തായിരിക്കും. എന്നാ
ഈ വിവരം നമ്മുടെ നന്ദുവിനെ വിളിച്ചു പറയുന്നുണ്ട്. നന്ദു, നിന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾക്ക് എന്തോ ഒരു സംശയം. അനാമികയും അച്ഛനും എന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ടെന്ന്. അവരുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കുറച്ച് ഗുണ്ടകളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എടാ, അവരുടെ വണ്ടി നമ്പറോ അവരെ കണ്ടാലോ നിനക്കറിയോ? വണ്ടി നമ്പറൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും നിനക്ക് ഞാൻ സെൻഡ് ചെയ്യാം. അങ്ങനെ നന്ദുവിന് അതെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. ആദർശനും അനിക്കും അബിക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്ക. എല്ലാവരും ചേർന്ന് ഗുണ്ടകളെ പിടിക്കുന്നു. കുഞ്ഞിനെയും നവിയെ ഏൽപ്പിക്കുകയാണ്. അബി, ഇതിന് പുറകില് ആരാണെങ്കിലും അവരെ വെറുതെ വിടരുത്. ചേച്ചി, എനിക്ക് സംശയം അനാമികയെയും അവൾ അച്ഛനെയും അമ്മയെയും തന്നെയാ. എന്റെ കൂട്ടുകാർ പറഞ്ഞത് അവരാ കുഞ്ഞിനെ ഗുണ്ടകളെ ഏൽപ്പിച്ചെന്നാ. അബിക്ക് ഇത് കേട്ട് ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. വേണുവിന്റെ അടുത്തോട്ടും അനാമികയുടെ അടുത്തോട്ടും അബി ചെല്ലുന്നുണ്ട്. നല്ല കണക്കിന് അബിയുടെ കയ്യിൽ നിന്ന് അടിയും കിട്ടുന്നുണ്ട്.